ഹലോ ഗൈസ്, പവിത്രം പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടികാർക്കും സ്വാഗതം. അങ്ങനെ അവിചാരിതമായി നമ്മുടെ വിക്രത്തിനെ പുറത്തിറക്കാൻ വേണ്ടി നമ്മുടെ ദർശൻ വാദിക്കാൻ വേണ്ടി വരുന്ന ഒരു നിമിഷങ്ങളാണ് നമുക്ക് ആ ഒരു പുതിയ പ്രമോയിൽ കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ വേദ ഭയങ്കരമായിട്ട് നമ്മുടെ ദർശനെ കണ്ടിട്ട് ഞെട്ടി നിൽക്കുന്നുണ്ട്. കാരണം ദർശൻ നമ്മുടെ വിക്രത്തിന് വേണ്ടി വാദിച്ചാൽ ഉറപ്പായിട്ട് നമ്മുടെ വിക്രം പുറത്തിറങ്ങും. വിക്രത്തിന്റെ ജീവൻ അത് ആപത്താണ് എന്നറിയാം. അപ്പൊ നമ്മുടെ വേദ ദർശനെ കണ്ട് പറയുന്നുണ്ട്, ഞാൻ വിക്രത്തിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇതിന് മൊഴി കൊടുത്തത്. ദർശൻ ഇതിൽ നിന്ന് പിന്മാറണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ദർശൻ പറയുന്നുണ്ട്, ഇത് എനിക്ക് ഒരു കഴിവ് തെളിയിക്കാനുള്ള ഒരു അവസരമാണ്, ഇത് എനിക്ക് നടത്തിയേ പറ്റൂ എന്നും പറഞ്ഞ് നമ്മുടെ ദർശനും വാശിയിലാണ്. അങ്ങനെ ദർശൻ അവിടെ വന്ന് കോടതിയിൽ വന്ന് നമ്മുടെ വേദയ്ക്കെതിരെ വാദിക്കുക കേട്ടോ. വേദയ്ക്ക് ഇഷ്ടമല്ലാതെ വിവാഹം കഴിച്ചതാണ് വിക്രത്തിനെ. അപ്പൊ വിക്രത്തിനെ കുരുക്കാൻ വേണ്ടി ഒരു വഴി നോക്കി നടക്കുകയായിരുന്നു വേദ. അങ്ങനെയുള്ള ഒരു കള്ളക്കഥയാക്കി നമ്മുടെ ദർശൻ നമ്മുടെ വേദയുടെ ഒരു മൊഴി കൊടുക്കലിനെ കേട്ടോ. അങ്ങനെ തന്നെ നമ്മുടെ വിക്രത്തിന് ആ ഒരു നമ്മുടെ വേദയുടെ അച്ഛൻ എന്തോ ഒരു വിധി നടത്തുന്നുണ്ട്. അതെന്താണെന്ന് നമുക്കറിയില്ല. അത് എപ്പിസോഡ് വന്നാലേ കാണാൻ പറ്റുള്ളൂ. പിന്നീട് നമ്മുടെ വേദ തിരികെ വീട്ടിലേക്ക് പോകും വഴി നമ്മുടെ ആ ഒരു ചെറുപ്പക്കാരന്റെ അച്ഛനുണ്ടല്ലോ, അദ്ദേഹം നമ്മുടെ വേദയെ പിടിച്ചുകൊണ്ടുപോയി ആ ഒരു തടങ്കലിലാക്കുന്ന ഒരു നിമിഷങ്ങളാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അല്ലെ? വേറൊരു വഴിത്തിരിവിലോട്ട് നമ്മുടെ പവിത്രം പരമ്പര കടന്നിരിക്കുകയാണല്ലേ കൂട്ടുകാരെ. കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.